program in Sanskrit Sahitya, second year, paper 13, Elements of Indian Philosophy. Unit 1, Vedic Schools. Vedic Literature. The Vedic literature is broadly divided into two categories, Shruti and Smriti. Shruti is that which has been heard and is canonical, consisting of revelation and unquestionable truth, and is considered eternal. Shruti describes the sacred text comprising the central canon of Hinduism, Vedas, Brahmanas, Aranyakas, and Upanishads. വേദങ്ങൾ രചിക്കപ്പെട്ട കാലമാണ് വേദകാലഘട്ടം. സംസ്കൃത സാഹിത്യം ആരംഭിക്കുന്നത് വേദങ്ങളോട് കൂടിയാണ്. ഏകദേശം 1500-600 BC-യിലാണ് വേദങ്ങളുടെ രചന നടന്നതെന്ന് കരുതപ്പെടുന്നു. വേദങ്ങൾ 4 ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ. ഈ ഓരോ വേദത്തിലും സംഹിതകളും നിരവധി ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, വേദാംഗങ്ങൾ എന്നിവയും അടങ്ങിയിരിക്കുന്നു. ഉപനിഷത്തുക്കൾ വേദങ്ങളുടെ ഒരു ഭാഗമാണ്. തത്വാധിഷ്ഠിതമായ ഉള്ളടക്കമുള്ളവയാണ് ഉപനിഷത്തുക്കൾ. 4 വേദങ്ങളുള്ളതിൽ ഓരോ വേദത്തിനും സംഹിത എന്നും ബ്രാഹ്മണം എന്നും ഓരോ വിഭാഗങ്ങളുണ്ട്. ബ്രാഹ്മണങ്ങളുടെ അനുബന്ധങ്ങളാണ് ആരണ്യകങ്ങൾ. ആരണ്യകങ്ങളുടെ അനുബന്ധങ്ങൾ ഉപനിഷത്തുക്കളും. ഇങ്ങനെ ഓരോ വ്യാഖ്യാനങ്ങളിലുമുള്ള നിരവധി സൂക്തങ്ങൾ കൂടിയാണ് വേദസാഹിത്യം പൂർണ്ണമാകുന്നത്. സ്മൃതി. സ്മൃതി literally means that which is remembered, supplementary and may change over time. It is authoritative only to the extent that it conforms to the bedrock of Shruti, and it is entire body of the post-Vedic classical Sanskrit literature. It comprises Vedanga, Shaddarshana, Puranas, Idihasa, Upaveda, Tantras, Agamas, Upangas. സ്മൃതികൾ നിയമങ്ങളും ധർമാചാരങ്ങളുമടങ്ങിയ തത്വശാസ്ത്ര സംഹിതകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളാണ് സ്മൃതികൾ. സ്മൃതികളുടെ എണ്ണം കൃത്യമായി കണക്കാക്കിയിട്ടില്ലെങ്കിലും പൊതുവെ 97 മുതൽ 106 എണ്ണമെങ്കിലും വരുമെന്ന് കണക്കാക്കുന്നു. സ്മൃതികളിൽ പ്രശസ്തമായത് മനുസ്മൃതിയാണ്. പ്രചാരത്തിലിരിക്കുന്ന സ്മൃതികൾ അവരുടെ ആചാര്യന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ശ്രുതിസ്തു വേദോ വിജ്ഞയോ ധർമ്മശാസ്ത്രം തു വൈ സ്മൃതി. ശ്രുതി എന്നാൽ വേദമെന്നും സ്മൃതി എന്നാൽ ധർമ്മശാസ്ത്രമെന്നും ഗ്രഹിക്കണമെന്നാണ് മനുസ്മൃതിയിൽ പറയുന്നത്. ഋഗ്വേദ. The Rigveda is an ancient Indian collection of Vedic Sanskrit hymns. It is one of the 4 sacred canonical texts. The text is layered, consisting of the Samhita, Brahmanas, Aranyakas, and Upanishads. The Rigveda Samhita is the core text and is collection of 10 books with 1028 hymns in about 10,600 verses. Aidreyopanishad are in Rigveda. ഏറ്റവും പുരാതനമായ വേദമാണ് ഋഗ്വേദം. ചതുർവേദങ്ങളിൽ ആദ്യത്തേതായി ഋഗ്വേദത്തെ കണക്കാക്കുന്നു. ഇന്ദ്രൻ, വരുണൻ, അഗ്നി, വായു, സൂര്യൻ തുടങ്ങിയ ദേവതകളുടെ സ്തുതികളും ഉപാസനാക്രമങ്ങളുമാണ് ഋഗ്വേദത്തിൽ കൂടുതലായും പ്രതിപാദിക്കുന്നത്. ആയുർവേദം ഋഗ്വേദത്തിന്റെ ഉപവേദമായി കരുതുന്നു. ഋഗ്വേദത്തിൽ 10 മണ്ഡലങ്ങളാണുള്ളത്. 8 അഷ്ടകങ്ങൾ, 1028 സൂക്തങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. യജുർവേദ. The Yajurveda Samhita is a collection of sacrificial formulas and serves as a prayer book for a type of Vedic priest called Adhuryos. Most of the prayers contained in the scripture are short poetic prayers appearing in a formulaic fashion. Yajurveda are divided into 2, that are Krishna Yajurveda and Shukla Yajurveda. Agnishtoma and Rajasuya Yajnas are in Krishna Yajurveda. Agnihotra, Ashwamedha and Purushamedha Yajnas are in Shukla Yajurveda. യജുസ് എന്നാൽ യജ്ഞത്തെ സംബന്ധിച്ചത്, വേദമെന്നാൽ വിദ്യ ആയതിനാൽ
യജുർവേദം എന്നാൽ യജ്ഞത്തെ സംബന്ധിച്ചുള്ള വിദ്യ എന്ന് ചുരുക്കം. യജുർവേദത്തിൽ കൃഷ്ണയജുർവേദമെന്നും ശുക്ലയജുർവേദമെന്നും രണ്ട് വിഭാഗങ്ങളുണ്ട്. കൃഷ്ണയജുർവേദത്തിൽ അഗ്നിഷ്ടോമം, രാജസൂയം എന്നീ യജ്ഞങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നു. ശുക്ലയജുർവേദത്തിൽ അഗ്നിഹോത്രം, അശ്വമേധം, പുരുഷമേധം എന്നീ യജ്ഞങ്ങളുടെ വിവരണങ്ങളുണ്ട്. സാമവേദ. ദി Samaveda is the Veda of the melodies and chants. It is an ancient Vedic Sanskrit text, one of the four Vedas. It is a liturgical text which consists of 1549 verses. All but 75 verses have been taken from the Rigveda. Kenopanishad and Chandogyopanishad are in Samaveda. സാമവേദം ഗാനാത്മകമാണ്. യജ്ഞാവസരത്തിൽ പാടാനുള്ള സാമവേദം അധികവും ഋഗ്വേദ മന്ത്രങ്ങൾ തന്നെയാണ്. ഋഗ്വേദത്തിൻ്റെ ഗാനരൂപമാണ് സാമവേദം എന്ന് പറയുന്നു. സാമവേദത്തിൽപ്പെടുന്ന ഉപനിഷത്താണ് ചാന്തോക്യോപനിഷത്ത്. അഥർവവേദ. ദി അഥർവവേദ ഈസ് composed in Vedic Sanskrit and it is a collection of 730 hymns with about 6,000 mantras divided into 20 books. About a sixth of the Atharvaveda text adapts verses from the Rigveda. Prasnopanishad, Mundakopanishad and Mandukyopanishad are in Atharvaveda. ചതുർവേദങ്ങളിൽ നാലാമത്തെ വേദമാണ് അഥർവവേദം. അഥർവവേദത്തിൻ്റെ വാഗർത്ഥം അഗ്നിപുരോഹിതൻ എന്നാണ്. ആയുർവേദത്തിൻ്റെ ഉറവിടം അഥർവവേദമാണ്. ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന ശൗനക ശാഖയിലുള്ള അഥർവവേദത്തിന് 20 കാണ്ഡങ്ങളിലായി 730 സൂക്തങ്ങളും 6000-ഓളം മന്ത്രങ്ങളുമുണ്ട്. പ്രസ്ഥാനത്രയ. പ്രസ്ഥാനത്രയ ഈസ് ദി 3 സോഴ്സസ് or the 3 institutes of Vedanta according to the Advaita Vedanta school of Indian philosophy. The Prasthanatrayi consists of the Upanishads, Bhagavad Gita and the Brahma Sutra. വേദാന്ത ശാസ്ത്രത്തിലെ 3 അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ് പ്രസ്ഥാനത്രയം. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ യഥാക്രമം ഈ 3 പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഉപനിഷത്സ്. The Upanishads generally form the end of the Aranyakas of the Vedas and therefore the philosophy obtaining therein is called as Vedanta, meaning end of the Vedas. They contain the essence of Vedic teachings. They are the foundations on which most of the later philosophies and religion in India. The major 10 Upanishads are Isha, Kena, Kada, Prasna, Mundaka, Mandukya, Taittiriya, Aitareya, Brihadaranyaka and Chandogya. ബ്രഹ്മതത്വത്തെ പ്രതിപാദിക്കുന്നവയാണ് ഉപനിഷത്തുകൾ. ശ്രുതികളുടെ അഥവാ വേദത്തിൻ്റെ ഭാഗമായതിനാലാണ് ഉപനിഷത്തുകൾ ശ്രുതിപ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1000-ൽ പരം ഉപനിഷത്തുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിൽ 10 ഉപനിഷത്തുകളാണ് പ്രസ്ഥാനത്രയത്തിൻ്റെ ഭാഗമായി ശ്രീമദ് ശങ്കരാചാര്യർ ഭാഷ്യം രചിക്കുവാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഈശ, കേന, കഠ, പ്രശ്ന, മുണ്ടക, മാണ്ഡൂക്യ, തൈത്രിയ, ഐതിരേയ, ബൃഹദാരണ്യകം, ചാന്തോക്യം എന്നിവയാണ് ദശോപനിഷത്തുക്കൾ. ബ്രഹ്മസൂത്ര. Brahmasutra is attributed to the sage Badrayana or sage Vyasa or a companion of 555 aphorisms by Vedavyasa. They present concentrated from the entire philosophy of the Upanishads. The text systematizes and summarizes the philosophical and spiritual ideas in the Upanishads. It is one of the foundational texts of the Vedanta school of philosophy. വേദാന്ത ധർമ്മത്തിൻ്റെ ആശയങ്ങളെ സ്പഷ്ടമാക്കി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ബ്രഹ്മസൂത്രം. ബാദരായണനാണ് ബ്രഹ്മസൂത്രത്തിൻ്റെ കർത്താവ്. ന്യായപദ്ധതി പിന്തുടരുന്നതിനാൽ ബ്രഹ്മസൂത്രത്തെ ന്യായപ്രസ്ഥാനം എന്നും പറയപ്പെടുന്നു. ആകെ 555 സൂത്രങ്ങളടങ്ങിയ ബ്രഹ്മസൂത്രത്തെ ശാരീരിക സൂത്രം, ഉത്തരമീമാംസാ സൂത്രം, വേദാന്ത സൂത്രം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. ബ്രഹ്മസൂത്രത്തിന് 4 അധ്യായങ്ങളും ഓരോ അധ്യായത്തിനും 4 പാദങ്ങളും ഓരോ പാദത്തിനും അനേകം അധികരണങ്ങളുമുണ്ട്. സമന്വയം, അവിരോധം, സാധന, ഫലം എന്നിങ്ങനെയാണ് അധികരണങ്ങൾക്ക് ശീർഷകങ്ങൾ. ഭഗവത്ഗീത. The Bhagavad Gita is a 700 verses scripture that is
part of the epic Mahabharata, commonly dated to the 2nd century BC. The Gita is set in a narrative framework of a dialogue between Pandava prince Arjuna and his guide and charioteer Krishna. Bhagavad Gita contained 18 chapters. വേദങ്ങളുടെ സാരസംഗ്രഹമാണ് ഭഗവത്ഗീത. മഹാഭാരതത്തിലെ 6ാമത്തെ പർവമായ ഭീഷ്മപർവത്തിലെ 700 ശ്ലോകങ്ങളെയാണ് ഭഗവത്ഗീതയായി അറിയപ്പെടുന്നത്. ഗീതയിൽ 18 അധ്യായങ്ങളാണുള്ളത്. സ്മൃതിയിൽപ്പെടുന്ന മഹാഭാരതത്തിന്റെ ഭാഗമായതിനാലാണ് ഭഗവത്ഗീത സ്മൃതി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. പ്രസ്ഥാനത്രയത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഗ്രന്ഥം ഗീതയാണ്. ഉപനിഷത്തിനും ബ്രഹ്മസൂത്രത്തിനും ഗീതയ്ക്കും ഭാഷ്യങ്ങൾ രചിച്ച് അദ്വൈതമതം സ്ഥാപിച്ച ശങ്കരാചാര്യരിലൂടെയാണ് പ്രസ്ഥാനത്രയം ഇത്രയും ശ്രദ്ധ നേടാൻ കാരണമായത്. വേദാന്ത. വേദാന്ത or Uttaramimamsa is one of the 6 schools of Indian philosophy. Literally meaning end of the Vedas, Vedanta reflects ideas that emerged from the speculations and philosophies contained in the Upanishads, specifically knowledge and liberation. Vedanta contains many sub-traditions that are Advaita, Dvaita, Vishishtadvaita, all of which developed on the basis of a common textual connection called the Prasthanatraya. All Vedanta schools in their deliberations concern themselves but differ in their views regarding ontology, soteriology and epistemology. വേദത്തിലെ ജ്ഞാനകാണ്ഡത്തെ അടിസ്ഥാനമാക്കി ആവിഷ്കരിക്കപ്പെട്ട തത്വചിന്തയാണ് വേദാന്തം. ഇതിന് ഉത്തരമീമാംസ എന്നും പേരുണ്ട്. ഉപനിഷത്തുക്കൾ, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത എന്നിവയാണ് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. ഇവയെ പ്രസ്ഥാനത്രയം എന്ന് വിളിക്കുന്നു. വേദാന്തത്തിൽ തന്നെ പല ഉപവിഭാഗങ്ങളുണ്ട്. അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം എന്നിവയാണ് അവയിൽ പ്രധാനം. അദ്വൈത. Advaita Vedanta philosophy considers Atman as self-existent awareness, limitless and non-dual. It asserts that there is spirit, soul, self within each living entity which are same as each other and identical to the universal eternal Brahman. Advaita Vedanta refers to the non-dualistic school of Indian philosophy, which is derived mostly from the Upanishads and elaborated in detail by eminent scholars like Gaudapada and Adi Shankaracharya. Dvaita means duality and Advaita means non-duality. In simple terms, Advaita means absence of the duality between subject and object. വേദാന്തത്തിന്റെ 3 ഉപദർശനങ്ങളിൽ ഒന്നാണ് അദ്വൈത സിദ്ധാന്തം. ദ്വൈതവും വിശിഷ്ടാദ്വൈതവുമാണ് വേദാന്തത്തിന്റെ മറ്റ് 2 ഉപദർശനങ്ങൾ. അദ്വൈതം എന്നാൽ രണ്ടല്ലാത്തത് എന്നാണ് അർത്ഥം. മനുഷ്യനും ഈശ്വരനും ഒന്നാകുന്ന ഭാവം. അദ്വൈതം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ആത്മാവും ബ്രഹ്മവും ഒന്നാണ് എന്നതാണ്. ഇതിനെ ജീവാത്മ പരമാത്മ ഐക്യം എന്ന് പറയുന്നു. അദ്വൈത ദർശന സ്ഥാപകൻ എന്ന് കണക്കാക്കുന്നത് ശ്രീമദ് ശങ്കരാചാര്യരെയാണ്. ദ്വൈത ഫിലോസഫി. Dvaita Vedanta is a sub-school in the Vedanta tradition of Indian philosophy. The Dvaita Vedanta was founded by the 13th century scholar Madhvacharya. The Dvaita Vedanta school believes that God and the individual souls exist as independent realities, and these are distinct beings, said that Vishnu is independent and souls are dependent on him. വേദാന്ത ദർശനത്തിലെ ഒരു വിഭാഗമാണ് ദ്വൈതം. പ്രപഞ്ച വസ്തുക്കളെയെല്ലാം സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈശ്വരനും സൃഷ്ടിക്കപ്പെടുന്ന ചരാചരങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചത്തിനും വെവ്വേറെ അസ്തിത്വമുണ്ടെന്ന ചിന്തയിലാണ് ദ്വൈതവാദം. ഈ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് വൈഷ്ണവാചാര്യനായ മധ്വാചാര്യനാണ്. 13ാം നൂറ്റാണ്ടിലാണ് ഈ സിദ്ധാന്തം സ്ഥാപിതമായതെന്ന് കണക്കാക്കുന്നു. വിശിഷ്ടാദ്വൈത. വിശിഷ്ടാദ്വൈത ഈസ് one of the most popular schools of the Vedanta school of Indian philosophy. Vishishtadvaita is a non-dualistic school of Vedanta philosophy. It is non-dualism of the qualified whole in which Brahman alone exists but is characterized by multiplicity. It can be described as qualified monism or qualified non-dualism or attributive monism. It is a school of Vedanta philosophy which believes in all diversity subsuming to an underlying unity. Ramanuja was the
മെയിൻ പ്രൊപ്പണന്റ് ഓഫ് വിശിഷ്ടാദ്വൈത ഫിലോസഫി. വേദാന്ത ദർശനത്തിലെ ഒരു വിഭാഗമാണ് വിശിഷ്ടാദ്വൈതം. ഈ ദർശനത്തിന്റെ ഉപജ്ഞാതാവാണ് രാമാനുജാചാര്യർ. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഒരേ സമയത്ത് വ്യത്യാസവും സാമ്യവുമുണ്ടെന്ന് വാദിക്കുന്ന ഒരു തത്വചിന്താ പദ്ധതിയാണ് വിശിഷ്ടാദ്വൈതം. Darshanas. Indian philosophy are divided into two, Astika schools and Nastika schools. Astikas accepted the authority of Vedas, but Nastikas does not accept the authority of Vedas. Astika schools are six, that are Sankhya, Yoga, Nyaya, Vaisheshika, Purva Mimamsa and Vedanta. Nastika schools are Buddhism, Jainism and Charvaka Darshana. ഭാരതീയ ദർശനധാരകളെ അവയുടെ പരമ്പരാഗത രീതി അനുസരിച്ച് ആസ്തികമെന്നും നാസ്തികമെന്നും രണ്ടായി തരംതിരിക്കാം. അന്നു നിലവിലുണ്ടായിരുന്ന വിജ്ഞാനശേഖരങ്ങളായ വേദങ്ങളെ അവയുടെ ആധികാരികതയെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഈ വിഭജനത്തിന്റെ അടിസ്ഥാനം. സാങ്ക്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, വേദാന്തം എന്നിവയാണ് ആസ്തിക ദർശനങ്ങൾ. ബൗദ്ധം, ജൈനം, ചാർവാക ദർശനം എന്നിങ്ങനെയാണ് നാസ്തിക ദർശനങ്ങൾ. Sankhya is one of the six Astika schools of Indian philosophy. Kapila is the founder of the Sankhya school. It is most related to the yoga philosophy and it was influential on other schools of Indian philosophy. Sankhya accepts three of six pramanas, that are Pratyaksha, Anumana and Shabda. The Sankhya system is based on Satkaryavada or the theory of causation. According to Satkaryavada, the effect is pre-existent in the cause. സാങ്ക്യ ദർശനത്തിന്റെ സ്ഥാപകൻ കപില മഹർഷിയാണ്. ഭാരതീയ ദർശനങ്ങളിൽ ഏറ്റവും പ്രാചീനമായ തത്വചിന്തയായി സാങ്ക്യ ദർശനത്തെ കണക്കാക്കുന്നു. ഈ ദർശനത്തിന് ആദ്യകാലങ്ങളിൽ ഭൗതികവാദത്തിന്റെ പരിവേഷം ഉണ്ടായിരുന്നു എന്ന് കരുതുന്നു. ക്രമേണ അത് ആത്മീയതയിൽ വിശ്വാസമർപ്പിക്കുന്ന സിദ്ധാന്തമായി രൂപം കൊണ്ടു. സാങ്ക്യസൂത്രത്തിന്റെ വ്യാഖ്യാനമായി സാങ്ക്യകാരിക എന്ന ഗ്രന്ഥമുണ്ട്. ഈശ്വരകൃഷ്ണനാണ് സാങ്ക്യകാരികയുടെ കർത്താവ്. Yoga philosophy is one of the six major orthodox schools of Indian philosophy. Its basic text is the Yoga Sutras of Patanjali. Yoga Sutra divided into 4 chapters, that are Samadhipada, Sadhanapada, Vibhudipada and Kaivalyapada. The Ashtanga Yoga of Yoga philosophy are Yama, Niyama, Asana, Pranayama, Pratyahara, Dharana, Dhyana and Samadhi. യോഗദർശനത്തിന്റെ സ്ഥാപകൻ പതഞ്ജലിയാണ്. യോഗസൂത്രത്തിന്റെ രചനാകാരൻ എന്ന അറിയപ്പെടുന്നതും പതഞ്ജലിയാണ്. മോക്ഷപ്രാപ്തിക്കായി യോഗദർശനം ശരീരത്തിന്റെയും മനസ്സിന്റെയും പരിപൂർണ നിയന്ത്രണം അനുശാസിക്കുന്നു. ഇതിനുള്ള മാർഗങ്ങളാണ് വികാരങ്ങൾ നിയന്ത്രിച്ച് മാനസികമായ ഏകാഗ്രത കൈവരിക്കുവാനുള്ള ധ്യാനവും ശാരീരികാരോഗ്യം നിലനിർത്തുവാനുള്ള ആസനങ്ങളും പ്രാണായാമങ്ങളും. യോഗശ്ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തികളെ നിരോധിക്കുന്നതെന്തോ അതാണ് യോഗം എന്ന് കണക്കാക്കുന്നു. യോഗദർശനത്തിൽ ഏറ്റവും പ്രധാനം അഷ്ടാംഗ യോഗമാണ്. അഷ്ടാംഗ യോഗങ്ങൾ അഥവാ 8 വിധത്തിലുള്ള യോഗം എന്നാൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാണ്. ന്യായ philosophy, one of the 6 orthodox or Astika schools of Indian philosophy, specifically the school of logic. The Nyaya school of philosophical speculation is based on text known as the Nyaya Sutras, which were written by Gautama from around the 2nd century CE. Nyaya school's epistemology accepts 4 out of 6 pramanas as reliable means of gaining knowledge, that are Pratyaksha, Anumana, Upamana and Shabda. In its metaphysics, Nyaya school is closer to the Vaisheshika school of philosophy than others. It holds that human suffering results from mistakes, defects produced by activity under wrong knowledge, is gained through right knowledge. ഗൗതമ മഹർഷിയാണ് ന്യായദർശനത്തിന്റെ ആചാര്യൻ. ഗൗതമ മഹർഷിയാൽ രചിക്കപ്പെട്ടതാണ് ന്യായസൂത്രവും.
ന്യായം യുക്തിപരമായ യഥാർത്ഥവാദമാണ്. ഭൗതിക വസ്തുക്കൾ മനസ്സിൽ നിന്നു വിഭിന്നമായ സ്വതന്ത്രമായ നിലനിൽപ്പുള്ളവയാണെന്നും ആശയങ്ങളും വികാരങ്ങളും മനസ്സിൽ മാത്രമുള്ളവയാണെന്നും ന്യായദർശനം വാദിക്കുന്നു. ന്യായ സിദ്ധാന്തപ്രകാരം ശരിയായ അറിവ് ലഭിക്കുന്നത് 4 വിധത്തിലാണ്. അവ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം എന്നിവയാണ്. യഥാർത്ഥ വസ്തുക്കളുടെ മാനസികാവിഷ്കാരമാണ് ജ്ഞാനം. അത് യഥാർത്ഥമോ അയഥാർത്ഥമോ ആകാം. വസ്തുവിന്റെ യഥാർത്ഥവും അസന്നിഗ്ധവുമായ അനുഭവമാണ് യഥാർത്ഥ ജ്ഞാനം അഥവാ പ്രമ. അല്ലാത്തത് അപ്രമകളാണ്. അവ സംശയമോ ഭ്രമമോ തർക്കമോ ആണ്. ഒരു കയറുകൊണ്ട് പാമ്പാണെന്ന് നിസ്സംശയം ധരിക്കാം. അതു ഭ്രമമാണ് അഥവാ തെറ്റായ അറിവ്. ശരിയായ അറിവ് പ്രായോഗിക ഗുണം ചെയ്യുന്നു. തെറ്റായത് പരാജയത്തിലേക്കും നിരാശയിലേക്കും നയിക്കും. വൈശേഷിക ദർശന. വൈശേഷിക ഈസ് വൺ ഓഫ് ദി 6 schools of Indian philosophy from ancient India. In its early stages, the Vaisheshika was an independent philosophy with its own metaphysics, epistemology, logic, ethics, and soteriology. Over time, the Vaisheshika system became similar in its philosophical procedures, ethical conclusions, and soteriology to the Nyaya school of Indian philosophy, but retained its difference in epistemology and metaphysics. പ്രാചീന ഭാരതീയ ദർശനങ്ങളിലൊന്നായ വൈശേഷികം അണുസിദ്ധാന്തം എന്ന ചിന്തയായാണ് അറിയപ്പെടുന്നത്. കണാദ മഹർഷിയാണ് വൈശേഷിക ദർശനത്തിന്റെ ഉപജ്ഞാതാവ്. ക്രിസ്തുവർഷം 2-ാം നൂറ്റാണ്ടിൽ എഴുതിയ വൈശേഷിക സൂത്രമാണ് വൈശേഷിക ദർശനത്തിന്റെ ആധികാരികമായ ഗ്രന്ഥം. രൂപരഹിതമായ സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നതെന്ന് കണാദൻ വാദിക്കുന്നു. കണം ആണ് പ്രപഞ്ചത്തിന്റെ മൂലകാരണം എന്ന് ആദ്യമായി വാദിച്ച ദാർശനികനാണ് കണാദൻ. രൂപരഹിതമായ സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് പ്രത്യേക ആകൃതിയിലുള്ള എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നതെന്നും അവ അനശ്വരമാണെന്നും വൈശേഷിക ദർശനം സിദ്ധാന്തിക്കുന്നു. ഓരോ വസ്തുവിന്റെയും സവിശേഷ ഗുണങ്ങളും അവ തമ്മിലുള്ള ബന്ധങ്ങളും അറിയേണ്ടത് പ്രകൃതിയെ അറിയാൻ ആവശ്യമാണെന്ന് കണാദ സിദ്ധാന്തം പറയുന്നു. The epistemology of Vaisheshika school, like Buddhism, accepted only 2 reliable means to knowledge: perception and inference. Vaisheshika school and Buddhism both consider their respective scriptures as indisputable and valid means to knowledge, the difference being that the scriptures held to be a valid and reliable source by Vaisheshika were the Vedas. Vaisheshika school is known for its insights in naturalism. It is a form of atomism in natural philosophy. It postulated that all objects in the physical universe are reducible to paramanu, and one's experience are divided from the interplay of substance, quality, activity, commonness, particularity, and inherence. Purva Mimamsa. Purva Mimamsa is also known as Dharma Mimamsa and Karma Mimamsa. It strongly defends Vedic ritualism. As these names indicate, this philosophy is highly ritualistic as root. It is the most religious of the darshanas. Vedic ritualism was regarded as a stepping stone to knowing the transcendent Brahman. The Mimamsa Sutra, written by Jaimini, it forms the basis of Mimamsa, the earliest of the 6 orthodox schools of Indian philosophy. വേദത്തിലെ കർമ്മകാണ്ഡത്തെ ആസ്പദമാക്കി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഭാരതത്തിലെ 6 ദർശനങ്ങളിലൊന്നാണ് മീമാംസ. 2 മീമാംസകളുണ്ട്: പൂർവമീമാംസയും ഉത്തരമീമാംസയും. ഉത്തരമീമാംസ വേദാന്തം എന്ന പേരിൽ പ്രത്യേക ദർശനമായി അറിയപ്പെടുന്നു. ജൈമിനിയാണ് മീമാംസയുടെ സ്ഥാപകൻ. അദ്ദേഹത്തിന്റെ മീമാംസ സൂത്രമാണ് ഇതിലെ അടിസ്ഥാന ഗ്രന്ഥം. ഉത്തരമീമാംസ, one of the 6 classical systems of Indian philosophy. The term Vedanta has the literal meaning the end of the Veda and refers both to the teaching of the Upanishad, which constitute the last section of the Veda, and to the knowledge of its ultimate meaning. By extension, it is the name given to those philosophical schools that base themselves
on the Brahma Sutra of Badarayana, which summarize the Upanishadic doctrine. ഷഡ്ദർശനങ്ങളിൽ വേദാന്തത്തിനാണ് പരമപ്രധാനം. ഒരേ ഒരു സത്യം ബ്രഹ്മമാണെന്നും മറ്റെല്ലാം മിഥ്യയാണെന്നും വേദാന്തം ഉദ്ഘോഷിക്കുന്നു. ആത്മാവിനെ അറിയുവാൻ കഴിയുന്നവന് ബ്രഹ്മത്തെ അറിയുവാനും മോക്ഷം നേടുവാനും കഴിയും. ചാന്തോക്യോപനിഷത്തിലെ തത്വമസി എന്ന സൂക്തം ഈ ആശയം വ്യക്തമാക്കുന്നു. ഉപനിഷത്ത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം എന്നിവയാണ് വേദാന്തത്തിലെ ആധികാരികമായ ഗ്രന്ഥങ്ങൾ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ ന അപര എന്നതാണ് വേദാന്തത്തിന്റെ പ്രമാണം. ബ്രഹ്മമാണ് സത്യമെന്നും ജഗത് മിഥ്യയാണെന്നും വ്യാവഹാരിക ലോകത്തെ ജീവനും പരമമായ ബ്രഹ്മം തന്നെയാണ്, മറ്റൊന്നല്ല എന്ന് വേദാന്തമതം സ്ഥാപിക്കുന്നു. The best known and most influential of the school of Vedanta is that of Shankara, known as the non-dualistic or Advaita Vedanta. Shankara attempted to show that the teaching of the Upanishads was a self-consistent whole. According to Shankara, the ultimate reality is Brahman or the self, which is pure reality, pure consciousness and pure bliss. The world has come into being from Brahman and is wholly dependent on it. MA program in Sanskrit Sahitya, second year, paper 13, Elements of Indian Philosophy. Unit 2, Non-Vedic Schools. Charvaka Darshana. Charvaka Darshana is mentioned first in the 16th century. It is regarded as the most radical of the Indian philosophical systems, one of the ancient Indian Darshana. Brihaspati is the propounder of the Darshana. They had a variety of aesthetic and materialistic beliefs. Madhava's Sarvadarshana Sangraha is the available text. വളരെ പഴക്കമുള്ള ഭാരതീയ തത്വചിന്തകളിൽ ഒന്നാണ് ചാർവാക ദർശനം അഥവാ ലോകായുധം. ബൃഹസ്പതിയാണ് ഈ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വിശ്വസിച്ചു പോരുന്നു. ഭൗതികവാദം എന്നറിയപ്പെടുന്ന ലോകായുധത്തിന്റെ യഥാർത്ഥ കൃതികൾ കണ്ടുകിട്ടിയിട്ടില്ല. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മാധവന്റെ സർവദർശന സംഗ്രഹത്തിലെ ആദ്യ അധ്യായം മുഴുവനും ലോകായുധത്തെക്കുറിച്ച് വിവരിക്കുന്നു. ശങ്കരാചാര്യർ ഉൾപ്പെടെ നിരവധി ദാർശനികർ പൂർവപക്ഷമെന്ന രീതിയിൽ ഈ ദർശനത്തെ വിവരിക്കുകയും ഖണ്ഡിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൗതികവാദം എന്ന ഇന്നത്തെ ആധുനിക ദർശനങ്ങളുടെ ആദ്യ രൂപമായാണ് ലോകായുധത്തെ കണക്കാക്കുന്നത്. വൈദികമായ ദർശനങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ലോകായുധം ഖണ്ഡിക്കുന്നു. ജീവിതം ഒന്നു മാത്രമേ ഉള്ളൂവെന്നും പുനർജന്മം, നരകം, സ്വർഗം തുടങ്ങിയ വിശ്വാസങ്ങൾ തെറ്റാണെന്നും വൈദിക കർമ്മങ്ങളെല്ലാം പുരോഹിതരുടെ നിലനിൽപ്പിനു മാത്രമുള്ളതാണെന്നും ലോകായുധ ദർശനം പറയുന്നു. ലോകായുധം ഒരേ ഒരു പ്രമാണം മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. അത് പ്രത്യക്ഷ പ്രമാണമാണ്. വായു, ജലം, അഗ്നി, ഭൂമി എന്നീ ഭൂതങ്ങളുടെ സമ്മേളനമാണ് എല്ലാ ഉണ്മകളും എന്ന് ചാർവാക മതം വിശ്വസിക്കുന്നു. ബുദ്ധദർശന. ദി വേർഡ് ബുദ്ധ മീൻസ് enlightened. The founder of Buddhism is Siddhartha Gautama. The period of Buddhism is 6th century BC. It had existed more than 2500 years ago. ക്രിസ്തുവിന് മുൻപ് 6-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന ഗൗതമ ബുദ്ധന്റെ പ്രബോധനങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതും വേദങ്ങളെ പ്രമാണങ്ങളായി അംഗീകരിക്കാത്തതുമായ പ്രധാനപ്പെട്ട ഒരു ഭാരതീയ തത്വചിന്തയാണ് ബൗദ്ധദർശനം. മനുഷ്യജീവിതത്തിൽ ദുഃഖങ്ങൾക്കു കാരണമെന്ന് എന്ത്, അവയ്ക്ക് എന്തു പരിഹാരമുണ്ട് എന്നുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ ബുദ്ധനു ലഭിച്ച ജ്ഞാന ദർശനങ്ങളാണ് ഈ ദർശനധാരയുടെ ആധാരം. ആദ്യകാലത്ത് വാമൊഴിയായി പ്രചരിച്ചിരുന്ന ബുദ്ധന്റെ പ്രഭാഷണങ്ങളും സംവാദങ്ങളും പിന്നീട് ത്രിപിടകങ്ങൾ എന്ന പേരിൽ ഗ്രന്ഥങ്ങളായി പാലി ഭാഷയിലാണ് ഇവ സമാഹരിക്കപ്പെട്ടത്. Tripidakas. Tripitaka or three baskets is a traditional term used for various Buddhist scriptures. It is written in Pali language. Tripitakas are Vinayapitaka, Suttapitaka, Abhidhammapitaka. Vinayapitaka. The Vinayapitaka, the first division of the Tripitaka. It is the textual framework upon which the monastic community is built. ത്രിപിടകങ്ങൾ പാലി ഭാഷയിലാണ് സമാഹരിക്കപ്പെട്ടത്. പ്രധാനപ്പെട്ട 3 ത്രിപിടകങ്ങളാണ് വിനയപിടകം, സുത്തപിടകം, അഭിധമ്മപിടകം എന്നിവ. വിനയപിടകം പിടക ഗ്രന്ഥശാഖയിലെ 1-ാമത്തെ പിടകമാണ് വിനയപിടകം.
പരിവ്രാജികരുടെ ദിനചര്യകളും ഐതിഹ്യങ്ങളും ഉപന്യാസങ്ങളും മുതലായവയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിനയപിടകത്തിൽ 4 ഉപവിഭാഗങ്ങൾ ഉണ്ട്. സുത്തപിടക. The Suttapitaka is the second of the 3 divisions of the Tipitaka. The Suttapitaka contains more than 10,000 suttas attributed to the Buddha or his close companions. ബുദ്ധ ദർശനത്തിലെ ബുദ്ധ തത്വങ്ങളിൽ പ്രതിപാദിക്കുന്ന സുത്തപിടകമാണ് ഏറ്റവും വലിയ വിഭാഗം. നിർവ്വാണത്തിന്റെ തത്വങ്ങളും ബുദ്ധധർമ്മങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നു. ഇതിൽ 5 ഉപവിഭാഗങ്ങളുണ്ട്. ദിഘനികായം, മധ്യമനികായം, അംഗുത്തര നികായം, സംയുക്ത നികായം, ഉദ്ധക നികായം. അഭിധമ്മ പിടക. അഭിധമ്മ പിടക is the third one. It is historically the latest of the 3 Pitakas or collections of texts that together compose the Pali canon of Theravada Buddhism, the form predominant in Southeast Asia and Sri Lanka. മൂന്നാമത്തെ പിടകമാണ് അഭിധമ്മ പിടകം. 7 ഉപവിഭാഗങ്ങളാണ് ഇവയ്ക്ക് ഉള്ളത്. 4 noble truths. It is the core beliefs of Buddhism. The 4 noble truths are: life has an inevitable suffering. There is a cause to our suffering. There is an end to suffering. The end to suffering is contained in the Eightfold Path. Eightfold Path are right understanding, right aspiration, right speech, right action, right livelihood, right effort, right mindfulness, right concentration. ബുദ്ധദർശനത്തിന്റെ കാതൽ ആര്യസത്യങ്ങളാണ്. അവയെ 4ആയി തിരിക്കുന്നു: ദുഃഖം, ദുഃഖകാരണം, ദുഃഖനിവാരണം, ദുഃഖനിവാരണ മാർഗം. ദുഃഖനിവാരണ മാർഗങ്ങൾ അഷ്ടാംഗമാർഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവയിൽ ഒന്നാമത്തെ സമ്യക് ദൃഷ്ടി, ശരിയായ വീക്ഷണം. അജ്ഞതയും അതുകൊണ്ടുണ്ടാവുന്ന മിഥ്യാദൃഷ്ടിയും ദുഃഖകാരണങ്ങളാണ്. അതുകൊണ്ട് സത്യമായ അറിവും ശരിയായ വീക്ഷണവും നേടുക എന്നതാണ് ആദ്യപടി. സമ്യക് സങ്കല്പം, ശരിയായ തീരുമാനം. ലൗകിക സുഖാഗ്രഹങ്ങളും അന്യരോടുള്ള ദുർവികാരങ്ങളും ത്യജിക്കുവാൻ ബുദ്ധൻ ഉപദേശിക്കുന്നു. മൂന്നാമത്തേത് സമ്യക് വാക്ക്, ശരിയായ വാക്ക്. ശരിയായ വാക്കുകൾ മാത്രം പറയുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമ്യക് കർമ്മം, ശരിയായ കർമ്മം. സമ്യക് ജീവനം, ശരിയായ ജീവിതം നയിക്കൽ. സമ്യക് വ്യായാമം അഥവാ ശരിയായ പ്രയത്നം. സമ്യക് സ്മൃതി, ഞാൻ, എൻ്റെ എന്നിങ്ങനെയുള്ള അഹം വിചാരം ഒഴിയുക. സമ്യക് സമാധി, ശരിയായ ധ്യാനം. ശരിയായ യുക്തിയോടുകൂടിയുള്ള അന്വേഷണ ബുദ്ധിയോടുകൂടി സത്യത്തെ അറിയുക എന്നിങ്ങനെയാണ് അഷ്ടാംഗ മാർഗങ്ങൾ. Buddhist schools. Buddhism is divided into 2. They are Hinayana and Mahayana. Against it is subdivided into 4. They are Vaibhashika, Sautrantika, Yogacara, Madhyamika. ബൗദ്ധദർശനത്തെ പൊതുവെ 2ആയി തിരിക്കാം. അവ ഹീനയാനമെന്നും മഹായാനമെന്നും അറിയപ്പെടുന്നു. വീണ്ടും അവയെ 4ആയി തിരിക്കുന്നു. അവയാണ് വൈഭാഷികം, സൗത്രാന്തികം, യോഗാചാരം, മാധ്യമികം എന്നിവ. ഹീനയാന. The more orthodox conservative schools of Buddhism. The name Hinayana was applied to these schools by the followers of the Mahayana Buddhist tradition in ancient India. Mahayana is the dominant form of Buddhism. Its origin was about 2000 years ago. Mahayana Buddhism has divided into many sub-schools and sects with a vast range of doctrines and practices. ബുദ്ധമതത്തിലെ ഒരു അവാന്തര വിഭാഗമാണ് മഹായാനം. ക്രിസ്തുവർഷ ആരംഭത്തിനു ശേഷം ബുദ്ധമതാനുഷ്ഠാനത്തിനും ചിന്തകൾക്കും ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും വിവിധ വീക്ഷണഗതികൾ രൂപപ്പെടുകയും ചെയ്തു. വൈശാലിയിൽ നടന്ന ബുദ്ധമത സമ്മേളനത്തിൽ ബുദ്ധമതക്കാർ സ്ഥിരവാദികൾ അഥവാ തേരാവാദികളെന്നും മഹാസാംഖികർ എന്നും 2 ശാഖകളായി പിരിഞ്ഞു. ബുദ്ധനെ മനുഷ്യരൂപം കൈക്കൊണ്ട അമാനുഷകനായും അവതാരപുരുഷനായും കണക്കാക്കിയിരുന്ന മഹാസാംഖികരാണ് മഹായാന പ്രസ്ഥാനത്തിന്റെ പ്രണേതാക്കൾ. തേരാവാദികളാണ് ഹീനയാനക്കാർ. Jain philosophy. Jain philosophy is the oldest Indian philosophy. It deals with reality, cosmology, epistemology, etc. Jain philosophy believes on independent existence of soul and matter.
ഭാരതീയ ദർശന സമ്പ്രദായങ്ങളിൽ വേദങ്ങളെ പ്രമാണമായി സ്വീകരിക്കാത്തതും പുരാതനവുമായ ഒരു ദർശനമാണ് ജൈനദർശനം. ദൈവാസ്തിത്വത്തെ ജൈവദർശനം അംഗീകരിക്കുന്നില്ല. പ്രപഞ്ചം ദ്രവ്യങ്ങളാൽ നിർമ്മിതവും സത്യവും ശാശ്വതവുമാണെന്നും ആത്മാവ് അഥവാ ജീവനാണ് ജീവവസ്തുക്കൾക്കു ചൈതന്യവും ബോധവും നൽകുന്നതെന്നും ജൈനദർശനം പറയുന്നു. ജൈന സ്ഥാപകരായ 24 ഗുരുക്കന്മാരെ തീർത്ഥങ്കരന്മാർ എന്ന് പറയുന്നു. ജൈനദർശനത്തെ ജൈനർ സ്വപ്രയത്നത്തിലൂടെ മുക്തി നേടിയ മഹാത്മാക്കളായ തീർത്ഥങ്കരന്മാരായി ആരാധിക്കുന്നു. ഋഷഭദേവനാണ് ആദ്യത്തെ തീർത്ഥങ്കരൻ. ഗൗതമ ബുദ്ധന്റെ സമകാലികനായിരുന്ന വർത്തമാന മഹാവീരനാണ് 24ാമത്തെ തീർത്ഥങ്കരൻ. പ്രാകൃതം, സംസ്കൃതം എന്നീ ഭാഷകളിൽ എഴുതപ്പെട്ട അതിവിപുലമായ ദർശന സാഹിത്യം ജൈനദർശനത്തിലുണ്ട്. സ്യാദ്വാദ. Syadvada is the core concept of Jaina philosophy. According to Syadvada, in Jaina philosophy, all judgments are conditional, holding good only in certain conditions or circumstances expressed by the word Syad. The ways of looking at a thing are infinite in number. Syadvada have been first formulated in Jainism by 5th or 6th century CE. 7 principles of Syadvada are Syad Asti, Syad Nasti, Syad Asti Nasti, Syad Avaktavya, Syad Asti Avaktavya, Syad Nasti Avaktavya, Syad Asti Nasti Avaktavya. സ്യാദ്വാദം അഥവാ അനേകാന്തവാദമാണ് ജൈനദർശനത്തിന്റെ കാതൽ. ആയിരിക്കാം എന്നാണ് സ്യാദ് എന്ന പദത്തിനർത്ഥം. യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച അപൂർണതയും അവ്യക്തതയും സാധൂകരിക്കുന്നതാണ് സ്യാദ്വാദം. സ്യാദ്വാദം 7 തരം പ്രസ്താവനകളാണ്. സ്യാദ് അസ്തി ഉണ്ടായിരിക്കാം, സ്യാദ് നാസ്തി ഇല്ലായിരിക്കാം, സ്യാദ് അസ്തി നാസ്തി ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം, സ്യാദ് അവക്തവ്യം അവർണ്ണനീയമായിരിക്കാം, സ്യാദ് അസ്തി ച അവക്തവ്യം ഉണ്ടായിരിക്കാം അവർണ്ണനീയവുമായിരിക്കാം, സ്യാദ് നാസ്തി ച അവക്തവ്യം ഇല്ലായിരിക്കാം അവർണ്ണനീയവുമായിരിക്കാം, സ്യാദ് അസ്തി നാസ്തി ച അവക്തവ്യം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അവർണ്ണനീയമായിരിക്കാം. ഇതാണ് സ്യാദ്വാദ ദർശനത്തിന്റെ കാതൽ.